ശമൂവേലിന്റെ പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു. If you turn to 2 Samuel chapter 12 verse 16. അവിടെ ദാവീദ് കുഞ്ഞിനു വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ച് ദാവീദ് ഉപവസിക്കുകയും അകത്ത് കിടന്ന് രാത്രി മുഴുവൻ നിലത്ത് കിടക്കുകയും ചെയ്തു എന്ന് കാണുന്നു. So the 2 Samuel 12 chapter 12 verse 16. David therefore besought God for the child, and David fasted and went in and lay all night upon the earth. ഇതിന്റെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ആ സാഹചര്യത്തെക്കുറിച്ച് പറയേണ്ടത് ആവശ്യമത്രേ. Before we move forward in this, that we got to talk about the situation or the circumstance. ദാവീദിന് പരസംഗത്തിൽ ഉണ്ടായ ഒരു കുഞ്ഞിനെ കുറിച്ചത്രേ ഇവിടെ പറയുന്നത്. So background of this situation is this: he has got a child from his extramarital affair. അതെ, ഹല്ലേലൂയ. അപ്രകാരം ഉണ്ടായ ഒരു കുഞ്ഞിനെ ദൈനമായി പെടുന്നപ്പോഴത്രേ അവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. So David is fasting and praying at this occasion where he got a child from a affair. ദാവീദിനെ കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന പദ്ധതിക്ക് വിപരീതമായി ദാവീദ് സഞ്ചരിച്ചതിനാൽ അത്രേ അത് സംഭവിക്കുന്നത്. David actually walked against the will of the God, and that's where this child come into his life. ആ കുഞ്ഞിനുണ്ടായ രോഗത്തെക്കുറിച്ച് പോലും വചനത്തിൽ കാണുന്നത് അവനെ യഹോവ പിടിച്ചു എന്നത്രേ. So even the word is talking like this about the sickness that child has got. It says that God himself caught him. യഹോവ ബാധിച്ചു എന്നത്രേ ഇവിടെ പറയുന്നത്. God himself attacked him. അതായത് ദൈവം, ഹല്ലേലൂയ, ദൈവത്തിന് അനിഷ്ടമായി എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിനെ എടുത്തു കളയുവാൻ ദൈവം പദ്ധതിയിട്ടാൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമത്രേ. God does want to take something out from your life which is not required for your spiritual life, it will be happen. ദാവീദ് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നിലത്ത് കിടന്ന് കരഞ്ഞുവെന്ന് വചനം പറയുമ്പോൾ the word says that David pleaded with God for the child and he fasted, spent nights. തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അവന്റെ ശിഷ്യന്മാർ, ഹല്ലേലൂയ, അവന്റെ ഹല്ലേലൂയ സേവകർ അവനെ ഭക്ഷണം കഴിക്കുവാനും ഒക്കെ നിർബന്ധിക്കുന്നതായിട്ട്. And when we read down on the same chapter, we can see his servants are insisting him to have food. എന്നാൽ അവൻ അത് വിരോധിക്കുകയത്ര ചെയ്യുന്നത്. He has actually declined it. എന്നാൽ അല്പസമയത്തിന് ശേഷം അവന്റെ ദാസൻ വന്ന് പറയുന്നു കുഞ്ഞ് മരിച്ചുപോയി എന്ന്. But after some time his servant has approached David and said the child had passed. എന്നാൽ ഉടനെ അവൻ എഴുന്നേറ്റ് ദൈവത്തിനെ സ്തുതിക്കുകയും അവൻ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. At that moment David got up from where he was and then had his food. ഒരുപക്ഷേ നിങ്ങൾ വിചിത്രമായി തോന്നുമായിരിക്കാം. It is very surprising and different that we are talking here. കുഞ്ഞിന്റെ ജീവന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. എന്നാൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി. അത് ദൈവം അവനെ വിടുവിച്ചില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. We know that David was praying earnestly to get the child's life back and to get that sickness going away or healing on that sickness. But when after the prayers as well, the child had passed in that situation. അതത്ര ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമല്ലാത്ത എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടോ എങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ നിറവേറ്റുവാൻ വേണ്ടി അതിനെ എടുത്തു മാറ്റുവാൻ ദൈവം വിശ്വസ്തനത്രേ. God is a faithful God. He knows that what requires in your life. If there's anything existing in your life that's not required for your spiritual being, then God will definitely separate you from that. ഇവിടെ യോഹന്നാൻ പ്രവാചകൻ മുഖാന്തരം അവിടെ അരുളപ്പാട് ഉണ്ടായത് ഇപ്രകാരമായിരുന്നു അത്രേ, ദൈവം അവനെ ശിക്ഷിക്കുമെന്ന്. ഹല്ലേലൂയ. Amen. The prophet Joel had prophesied about David. God would punish him. എന്നാൽ അവൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന്റെ കടാക്ഷം ഡേവിഡിന് മേൽ ഇറങ്ങി വന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. But he was ready to fast and pray, and that's where that punishment moved away.